നമസ്കാരം. ഒരു മെച്ചപ്പെട്ട ജീവിതവും കുട്ടികളുടെ ഭാവിയും ഓർത്ത് നിരവധി ഗൾഫ് മലയാളികളാണ് ഗൾഫിൽ നിന്ന് യു കെയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. എന്നാൽ യു കെയിലെത്തി ഇവിടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തതിന് ശേഷം നിരവധി മലയാളികൾ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം? അതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇതുപോലെ യു കെയിൽ നിന്നും പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം ഗൾഫിൽ പോയി ജോലി ചെയ്ത് മടങ്ങിയവരും ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നവരായ ആളുകൾ, അങ്ങനെ നിരവധി ആളുകളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഗൾഫിൽ പൊതുവെ ഒരു തുല്യത എന്നൊരു സമ്പ്രദായം പൊതുവെ ഇല്ല. അതായത് ഒരുമിച്ച് ജോലി ചെയ്യുന്ന, ഒരേ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത ശമ്പളങ്ങളായിരിക്കാം. അത് ഡ്യൂ ടു മെനി റീസൺസ് ആയിരിക്കാം. അതിൽ ഒരു കാരണം ഇന്ത്യക്കാർക്ക് ഒരു സാലറിയാണ്, അമേരിക്കൻസ് ഒരു സാലറിയാണ്. അമേരിക്കൻസ് ആണ് അതിൽ ടോപ്പ് ഗ്രേഡാണ് എനിക്ക് മനസ്സിലായത്. യൂറോപ്യൻസ്, യു കെ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇതെല്ലാം വേറെ രണ്ടാമത് വരുന്നൊരു കാറ്റഗറിയാണ്. അങ്ങനെ പല പല കാറ്റഗറിയിലാണ് ഓരോ രാജ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയ ഒരു നാലാമത്തെ അഞ്ചാമത്തെ കാറ്റഗറിയിലാണ് ഇന്ത്യക്കാരുടെ സാലറി റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് മനസ്സിലായത്, പണ്ട് മുതൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പങ്കുവച്ചിട്ടുണ്ട് ഇംഗ്ലീഷുകാർ, യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസ് എല്ലാം. അവരുടെ ദീർഘവീക്ഷണം വെച്ചിട്ടാണ് നിരവധി ഇപ്പോഴത്തെ ഒരു വളർച്ചയിലേക്ക്. ഇത് ഞാൻ പറയുന്നത് വർഷങ്ങളുടെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടുവന്നാണ്, അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം ആളുകളെ കൊണ്ടുവന്നാണ്. അവരുടെ ദീർഘവീക്ഷണത്തിലാണ് ഗൾഫ് ഇന്നത്തെ രീതിയിലേക്ക് മാറിയത്. പക്ഷേ ഇവിടുന്ന് ആളുകൾ വരണമെങ്കിൽ ചുമ്മാ ആൾക്കാർ വരികയില്ല. കാരണം ഇവിടുത്തെ കിട്ടുന്നതൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിച്ചാൽ മാത്രമേ ആളുകൾ അവിടെ വന്ന് താമസിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ ഫാമിലിയായിട്ട് താമസിക്കുന്നതിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോലെ ഭർത്താവ് ഇവിടെ, ഭാര്യ അവിടെ, അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ വളരെ പുറകോട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല സാലറി എല്ലാം കൊടുത്ത് ഉയർന്ന ജീവിത നിലവാരം കൊടുത്താണ് ഇതുപോലുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ ഒരു കഷ്ടം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തലമുറകൾ മാറി, കാലം മാറി, കാലഘട്ടം മാറി. ഇപ്പോഴും പ്യുവർ ഇംഗ്ലീഷുകാർ എന്ന് മാത്രമല്ല, ഇപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ അമേരിക്കൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് തുടങ്ങിയ പാസ്പോർട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. പഴയതുപോലെ അത്രയും ഇല്ലെങ്കിൽ കൂടി ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇങ്ങനെ പോകാനുള്ള, പണ്ടൊക്കെ ആളുകൾക്ക് പോകേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈൽഡ് കെയർ ഇഷ്യൂസാണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് ചൈൽഡ് കെയർ ഇഷ്യൂ വലിയ ഇഷ്യൂ ആണ്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾ നോക്കാൻ ആളില്ല, നോക്കാൻ ആളുകൾ കിട്ടാനുമില്ല. പക്ഷേ ഗൾഫിലൊക്കെ നമുക്ക് നാനി വിസയിലൊക്കെ ആളെ കൊണ്ടുവരാൻ സാധിക്കും. നാനിയായി ഇഷ്ടംപോലെ മെയ്ഡുകളായിട്ട് ഇഷ്ടംപോലെ ആളുകൾ കിട്ടാനുണ്ട്. അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ആ ഒരു കാര്യം വലിയ രീതിയിൽ നടക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വലിയൊരു സംഭവമായിട്ട് ഇവരെല്ലാം കണ്ടൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് അല്പം വലുതാകുമ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാറാകുമ്പോഴേക്ക് അതിന് 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് തിരിച്ച് യു കെയിലേക്ക് വരിക. അപ്പോൾ ഇവിടുത്തെ ഈ ലോണും എടുത്ത് പിള്ളേർ തന്നെ പഠിച്ചോളും, അവരവരുടെ കാര്യം നോക്കിക്കോളും. അപ്പോൾ എല്ലാം സേഫാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് സാലറി കൂടുതൽ ലഭിക്കുന്നു എന്നല്ല. സാലറി ഒരു പക്ഷേ പറയുമ്പോൾ ഇവിടുത്തെ തുല്യമായ സാലറി ആയിരിക്കും തത്വത്തിൽ കിട്ടുന്നത്. പക്ഷേ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് വരുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 1-2 കാരണങ്ങളെന്ന് പറയുന്നത്, നമുക്ക് യു കെയിലോ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ടാക്സ് നല്ലപോലെ പോകുന്നുണ്ട്, താമസത്തിനുള്ള ചിലവ് നല്ലതുപോലെയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ടാക്സ് കിട്ടുന്ന പൈസ അതുപോലെ കയ്യിലേക്ക് വരികയാണ്, ടാക്സ് പോകുന്നില്ല. അക്കോമഡേഷൻ സൗജന്യമാണ്, ഫുഡ് മിക്കപ്പോഴും സൗജന്യമാണ്, അല്ലെങ്കിൽ നിസ്സാര ചിലവിനേ ഉള്ളൂ. ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിഫറൻ്റ് ആണ് 2 സ്ഥലങ്ങളിലും. യാത്രാ ചിലവുകൾ, നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ്, നാട്ടിലേക്കല്ല യു കെയിൽ നിന്ന് പോകുന്ന വ്യക്തിയാണെങ്കിൽ യു കെയിലേക്ക് ടിക്കറ്റാണ് വർഷത്തിൽ 1 പ്രാവശ്യം സൗജന്യമായി കൊടുക്കുന്നുണ്ട്. ആ പൈസ ക്ലെയിം ചെയ്തെടുക്കുക. അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ പറയാമല്ലോ, ഇവിടുത്തെ തണുപ്പിൽ നിന്നും അവിടെ ജീവിച്ചവർക്കറിയാം അവിടുത്തെ ലൈഫ് ഇവിടെ കിട്ടുകയില്ല. കാരണം അവിടെ വേറെ ലെവലാണ് ഗൾഫ് രാജ്യങ്ങളിലെ ലൈഫ് എന്ന് പറയുന്നത്. ഫുഡ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം എപ്പോഴും ഏത് പാതിരാത്രിയിലും ലഭ്യമാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ജോലി സംബന്ധമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഖത്തറുമായിട്ടാണ് കമ്പയർ ചെയ്തപ്പോൾ ഇവിടുത്തേതിൻ്റെ ഇരട്ടി പൈസ ഞാൻ ഖത്തറിൽ ഇപ്പോൾ ജോലി ചെയ്താൽ എനിക്ക് ലഭിക്കും. ഞാൻ മനസ്സിലായ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഞാൻ നാളെ പോകാമെന്നല്ല പറഞ്ഞത്. നല്ല പൈസയാണ് ലക്ഷ്യമെങ്കിൽ, പൈസ സേവ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണെങ്കിൽ ഗൾഫിൽ പോകുന്ന അത് വലിയൊരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, നിരവധി ആളുകളാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ PR സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് ഇവിടുത്തെ ചിലവുകളൊക്കെ കൂടി, അതുകൊണ്ട് ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണോ എന്നുള്ള കാര്യങ്ങൾ നിരവധി ആളുകൾ പോകാൻ നിൽക്കുന്നു, ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഗൾഫാണ് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് എങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പ്രത്യേകിച്ചും ഗൾഫിൽ നിന്നും എല്ലാം സീനിയർ കെയർ വിസയിൽ വന്ന ആളുകൾക്ക്. ഇപ്പോൾ ഇവിടെ ഒരു പക്ഷേ നേഴ്സാവാൻ സാധിച്ചിട്ടില്ലായിരിക്കാം,
പക്ഷേ ഇവിടുത്തെ ചെറിയ ട്രെയിനിങ്ങുകളും കുറേ കോഴ്സുകളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഗൾഫിൽ തന്നെ പോയി ഇവിടുത്തെ പാസ്പോർട്ടും എടുത്തു കഴിഞ്ഞാൽ ഗൾഫിൽ തന്നെ ഒരുപക്ഷെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ ഇതുള്ള പാസ്പോർട്ട് ഹോൾഡേഴ്സിന് സാധാരണ ഒരു അക്കോമഡേഷൻ ആയിരിക്കില്ല കൊടുക്കുന്നത്, 5 സ്റ്റാർ അക്കോമഡേഷനാണ് കൊടുക്കുന്നത്. അതുപോലെ എല്ലാ സാഹചര്യങ്ങളും അമേരിക്കൻ സ്കൂൾ, ബ്രിട്ടീഷ് സ്കൂളുകൾ, അതിന് വേണ്ട സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാം ടോട്ടൽ നമ്മൾ പൊതുവെ ഇന്ത്യൻസിന് കൊടുക്കുന്ന ഒരു സമീപനമല്ല ഇതുപോലുള്ള രാഷ്ട്രങ്ങളിലെ ആളുകളോട് ഗൾഫ് രാജ്യങ്ങൾ സമീപിക്കുന്നത്. പൊതുവെ മനസ്സിലായത് കാര്യം അത് ഏത് രാജ്യമാണെങ്കിലും അതിപ്പോൾ നമ്മുടെ തൊഴിൽ നിറം വെച്ചിട്ടല്ല, മറിച്ച് പാസ്പോർട്ട് ഹോൾഡർ ഏതാണ് ആ പാസ്പോർട്ട് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ വലിയൊരു നല്ല കാര്യമാണ് ഇതുപോലെ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ആലോചിക്കുക എങ്ങോട്ട് പോകണം എന്നുള്ള ഏത് രീതിയിലുള്ള ജീവിത നിലവാരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഞാൻ ഗൾഫിൽ ഇപ്പോൾ താമസിച്ചിട്ടില്ല, ജോലി ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചെയ്ത ആളുകൾ പറഞ്ഞ കാര്യമാണ് എനിക്കിത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായി പറയുക, മറ്റുള്ളവർക്കും അതൊരു പ്രയോജനമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.